ആഗോള സുവിശേഷകനും സൗഖ്യദായക ശുശ്രൂഷകനും ബൈബിൾ പരിഭാഷകനുമായ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് നയിക്കുന്ന മെഗാ ബൈബിൾ ക്വസ് റിയാലിറ്റി ഷോ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവാം ദൈവമേ, അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾക്ക് അന്ന് വലിയ പദവി കേട്ടാൽ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കടന്നു വന്നിരിക്കുന്ന എൻ്റെ മക്കളെ നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കുവാൻ അവരെ സഹായിക്കണമേ. കർത്താവ് ഇവിടുത്തെ എല്ലാ സാങ്കേതിക ക്രമീകരണങ്ങളിലും അവിടുത്തെ തിരുസാന്നിധ്യം ഉണ്ടായിരിക്കണമേ. അങ്ങ് അതിനെ കാത്ത് സൂക്ഷിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ നാനാരാജ്യങ്ങളിൽ ഈ സംരക്ഷണം കാണുന്ന എല്ലാ സഹോദരങ്ങളെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമം ഉയർത്തപ്പെടുവാനും ദൈവവചനത്തിൻ്റെ മഹത്വവും മഹനീയതയും മനസ്സിലാക്കുവാനും അനേകർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും എളിയ ശുശ്രൂഷ മുഖാന്തരമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയിലെ കൊണ്ട് ഈ ശുശ്രൂഷ നയിപ്പാൻ സഹായിക്കുവാനും ഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിനകത്ത് അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാണമേ. ആമേൻ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന ക്രിസ്ത്യൻ ക്രൗൺ 23 എന്ന മെഗാ ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. 3-ാം സ്റ്റേജിലെ ഈ എപ്പിസോഡിലേക്ക് മത്സരാർത്ഥികളായ നിങ്ങളെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നേരത്തെയുള്ള 2 സ്റ്റേജുകളിൽ നിന്നും ചെറിയ വ്യത്യാസങ്ങൾ ഈ പുതിയ സ്റ്റേജിലുണ്ട്. മാർക്കുകൾ ആദ്യത്തെ 3 റൗണ്ടുകളിൽ പഴയതുപോലെ തന്നെ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്, ന്യൂ ടെസ്റ്റ്മെൻറ്റ്, ക്രിസ്ത്യൻ ഫോക്കസ്ഡ് റൗണ്ട്. പിന്നീടുള്ള 2 റൗണ്ടിൽ അല്പ വ്യത്യാസമുണ്ട്. ആദ്യത്തെ റൗണ്ട് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്. അത് അരുൺ ജേക്കബിൽ ആരംഭിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ ചോദ്യം വീതം. ഉത്തരം ശരിയാണെങ്കിൽ 5 മാർക്ക്, തെറ്റാണെങ്കിൽ -1, പാസ്സാണെങ്കിൽ മാർക്കൊന്നുമില്ല. റൈറ്റ്. രണ്ടാമത്തെ റൗണ്ടും അതുപോലെ തന്നെയാണ്. ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ട് ബ്യൂല ജോസഫിൽ നിന്ന് ആരംഭിക്കും. ശരിയായ ഉത്തരത്തിന് 5 മാർക്സ്, തെറ്റാണെങ്കിൽ -1, പാസ്സാണെങ്കിൽ മാർക്കൊന്നുമില്ല. ഓൾറൈറ്റ്. ആളാം പ്രതി ഓരോ ചോദ്യമാണ്. മൂന്നാമത്തേത് ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ടാണ്. അത് മിനി ജോൺസണിൽ ആരംഭിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ ചോദ്യം. ഇതേ മാർക്കുകളാണ്. 5, -1, then പാസ്. ഓൾറൈറ്റ്. അടുത്തതായിട്ട് ബൈബിൾ ബമ്പർ റൗണ്ടാണ്. ഇതിൽ മാർക്കുകൾക്ക് വ്യത്യാസമുണ്ട്. നേരത്തെയുള്ള ബൈബിൾ ബമ്പർ റൗണ്ടിൽ ആദ്യത്തെ ചോദ്യത്തിന് 2 മാർക്കും രണ്ടാമത്തെ ചോദ്യത്തിന് 3 മാർക്കുമായിരുന്നു. ഈ പ്രാവശ്യം 2 ചോദ്യങ്ങൾക്ക് ഒരുപോലെയുള്ള മാർക്കാണ്, 5 മാർക്ക് വീതം. ബസർ പ്രസ് ചെയ്തായിരിക്കും നിങ്ങൾ മറുപടി നൽകേണ്ടത്. 2 ചോദ്യങ്ങളാണുള്ളത്. ഓൾറൈറ്റ്. ലാസ്റ്റ് റൗണ്ടിലാണ് വ്യത്യാസമുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ടെസ്റ്റ് മണി റൗണ്ട് ഉണ്ടായിരുന്നു. ആദ്യത്തെ സ്റ്റേജിൽ റാപ്പിഡ് റീഡിംഗ് റൗണ്ടായിരുന്നു. എന്നാൽ നാം 3-ാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇവിടെ പ്രൈസ് റൗണ്ട് എന്ന് പറയുന്ന റൗണ്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ദൈവത്തെ പാടി സ്തുതിക്കുക. ഓരോരുത്തർക്കും പാടുവാനായിട്ട് ഉള്ള സാവകാശമുണ്ട്. മാക്സിമം ടൈം 5 മിനിറ്റാണ്, മിനിമം ടൈം 3 മിനിറ്റ്. ഇത് 5 മിനിറ്റ് അല്പം കൂടിപ്പോയാലും കുഴപ്പമില്ല, ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയില്ല. കാരണം നാം ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൻ്റെ അഗാധങ്ങളിൽ നിന്ന് പാടി സ്തുതിക്കുന്ന ഒരു റൗണ്ടാണ്. ഒരു മത്സരം എന്നുള്ള നിലയിൽ അതിന് 5 മാർക്ക് വീതമാണ് ഓരോരുത്തർക്കും അലോട്ട് ചെയ്തിരിക്കുന്നത്. അതൊരു വലിയ വ്യത്യാസം നിങ്ങളുടെ സ്കോറിൽ ഉണ്ടാക്കുകയില്ല. കാരണം നാം ദൈവത്തെ പാടി സ്തുതിക്കുകയുണ്ട്. എങ്കിലും ഒരു മത്സരം എന്നുള്ള നിലയിൽ മാർക്ക് ഇട്ടേ മതിയാകത്തുള്ളൂ. ഏത് ഭാഷയിലും പാടാം, പക്ഷേ ദൈവത്തെ പാടി സ്തുതിക്കുന്ന പാട്ടുകളായിരിക്കണം എന്ന് മാത്രം. അതാണ് പ്രൈസ് റൗണ്ട്. ഈ 5 റൗണ്ടുകളിലും നമുക്ക് ഒരു വിജയെ കണ്ടെത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ അവസാനം ഞാൻ ബൈബിൾ ബോംബ് ഉപയോഗിക്കും.
ക്ലിയറായിട്ട് വിജയി ഉണ്ടെങ്കിൽ ബോംബിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ അതും ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മത്സരത്തിൻ്റെ ഘടന ഇങ്ങനെയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. സംശയമില്ല? മിനി, ഒരു സംശയമില്ല? സംശയമേ ഇല്ല. ഓൾറൈറ്റ്. അങ്ങനെ സംശയമില്ലാത്ത സാഹചര്യത്തിൽ നിങ്ങളെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിക്കട്ടെ. എൻ്റെ പേര് അരുൺ ജേക്കബ്. ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ കുരോപ്പട എന്ന സ്ഥലത്താണ്. ഞാനൊരു മലങ്കര ഓർത്തഡോക്സ് സഭാംഗമാണ്. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് എറണാകുളത്ത് ഇപ്പോൾ ജോലി ചെയ്യുന്നു. ഗുഡ്. യെസ് മിനി. എൻ്റെ പേര് മിനി ജോൺസൺ. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ആറന്മുളയ്ക്കടുത്തുള്ള കിടങ്ങന്നൂർ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. എൻ്റെ ഇടവക മെഴുവേലി ഹോളി ഇന്നസെൻസ് ഓർത്തഡോക്സ് ഇടവകയാണ്. ഞാനൊരു ഹൗസ് വൈഫാണ്. 2 കുഞ്ഞുങ്ങൾ, ഭർത്താവ് ദുബൈയിൽ വർക്ക് ചെയ്യുന്നു. ഗുഡ്. യെസ് ബ്യൂല. എൻ്റെ പേര് ബ്യൂല ജോസഫ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ പൗടിക്കോണം എന്ന സ്ഥലത്ത് താമസിക്കുന്നു. വീട്ടിൽ ഹസ്ബൻഡും മോനും ഉണ്ട്. ഞങ്ങൾ IPC ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. താങ്ക് യു. അടുത്തതായിട്ട് നമ്മുടെ സ്കോർ കീപ്പേഴ്സാണ്. മിസ്റ്റർ രാജീവ് വർഗീസ് നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. എൻ്റെ പ്രിയ പത്നിയും കൂട്ടുവേലക്കാരിയുമാണ്. ഈ സുഷാനോടൊപ്പം പ്രവർത്തിക്കുന്നു. മിസ്റ്റർ രാജിയെ ഈ എപ്പിസോഡിലേക്ക് കർത്തനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. രണ്ടാമതായിട്ടുള്ളത് മിസ്സസ് ബിൻസി മത്തായിയാണ്. ചെറുപ്പം മുതൽ ഈ ശുശ്രൂഷയിൽ എന്നോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നാട്ടിൽ സെറ്റിൽ ഡൗൺ ചെയ്തിരിക്കുന്നു. ഈ എപ്പിസോഡിൽ സ്കോർ കീപ്പറായിട്ട് കടന്നു വരുവാൻ തക്കവണ്ണം സന്മനസ് കാണിച്ച പ്രിയപ്പെട്ട ബിൻസിയെ ഈ എപ്പിസോഡിലേക്ക് കർത്തനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പിന്നെ പ്രേക്ഷകരായ നിങ്ങൾ ഓരോരുത്തരുമാണ്. ഈ ശുശ്രൂഷയിലൂടെ യേശുക്രിസ്തുവിനെ അനുഭവമാക്കാനും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കുവാനും അനേകർക്ക് അത് മനസ്സിലാക്കി കൊടുക്കുവാനും തക്കവണ്ണം ഇത് മുഖാന്തരമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. So, are you ready, Mr. Arun Jacob? Yes. Arun Jacob from Kuropada. Right. ആദ്യത്തെ ചോദ്യം ഓൾഡ് ടെസ്റ്റ്മെന്റ് റൗണ്ട്. റെഡി? ഭൂമിയിൽ മഴ പെയ്യുന്നതിന് മുൻപ് എങ്ങനെയാണ് ദൈവം ഭൂമിയെ നനച്ചിരുന്നത്? മഞ്ഞ് പൊങ്ങി ഭൂമിയെ നനച്ചിരുന്നു. ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി ഭൂതലത്തെ മുഴുവൻ നനച്ചു. ഉത്തരം വളരെ ശരിയാണ്. 5 marks for Arun Jacob. Right. മിനി ജോൺസൺ. വേശ്യാപുത്രനായിരുന്ന ഇസ്രായേലിന്റെ ന്യായാധിപതി ആരായിരുന്നു? ഇബ്താഹ്. ഉത്തരം ശരിയാണ്. 5 marks for മിനി ജോൺസൺ. ബ്യൂല, വളരെ സിമ്പിളായിട്ടൊരു ചോദ്യമാണ്. മോർദെഖായി ജോലി ചെയ്തിരുന്ന സ്ഥലത്തിന്റെ പേരെന്ത്? ശൂഷൻ. ഉത്തരം വളരെ ശരിയാണ്. 3 പേരും ഒരുപോലെ മാർക്കുകൾ നേടിയിരിക്കുന്നു. പ്ലീസ് ഗിവ് me the scorecard. Mr. Arun Jacob 5. Mr. Arun Jacob gets 5 marks. Mrs. Minnie Johnson 5. Mrs. Minnie Johnson gets 5 marks. Mrs. Beulah Joseph 5. Beulah Joseph gets 5 marks. All right. So we shall go to the next round. അടുത്ത റൗണ്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ന്യൂ ടെസ്റ്റ്മെന്റ് റൗണ്ടാണ്. അത് ആരംഭിക്കുന്നത് ബ്യൂല ജോസഫിൽ നിന്നാണ്. റെഡി? റൈറ്റ്. യഹൂദന്മാർ യേശുവിനെ കൊല്ലുവാൻ ആലോചിച്ചപ്പോൾ യേശു അവിടം വിട്ടുപോയി. എവിടേക്ക്? മരുഭൂമിക്കരികെയുള്ള എഫ്രൈം എന്ന സ്ഥലത്തേക്ക്. വെരി ഗുഡ് ആൻസർ. 5 marks for ബ്യൂല. നെക്സ്റ്റ് ഈസ് ഫോർ മിനി ജോൺസൺ. ക്ഷമിക്കപ്പെടാത്ത പാപം എന്ന് യേശു വിശേഷിപ്പിച്ചത് ഏത് പാപമാണ്? പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം. വളരെ ശരിയായ മറുപടിയാണ്. 5 marks for മിനി ജോൺസൺ. റൈറ്റ്. മൂന്നാമത്തെ ചോദ്യം. പത്രോസിന്റെ അമ്മായിയമ്മയെ എങ്ങനെയാണ് കർത്താവ് സൗഖ്യമാക്കിയത്? കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ച്. ഉത്തരം വളരെ ശരിയാണ്. 5 marks for Arun Jacob. So that again brings them all together. Please give me the scorecard for New Testament round. Mr. Arun Jacob gets 5. Mr. Arun Jacob gets 5.
Mrs. Minnie Johnson 5. Mrs. Minnie Johnson 5. Mrs. Beulah Joseph 5. Mrs. Beulah Joseph 5. വളരെ നിർണായകമായിട്ടുള്ള റൗണ്ടുകളാണ് ഇനിയുള്ളത്. 2 റൗണ്ടുകളിലും എല്ലാവരും ഒരുപോലെ മാർക്കുകൾ വാങ്ങിയിരിക്കുന്നു. റൈറ്റ്? അപ്പോൾ അടുത്ത ചോദ്യം ആരംഭിക്കുന്നത് മിനി ജോൺസണോടാണ്. റൈറ്റ്? റെഡി? നോ പ്രോബ്ലം. വളരെ സില്ലിയായിട്ടൊരു ചോദ്യമാണ്. ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു മിസസ് മിനി ജോൺസൺ. വിശുദ്ധ ബൈബിളിൽ കരയുന്ന പ്രവാചകൻ എന്ന് ആരെയാണ് വിളിക്കുന്നത്? ഇരമ്യാവ്. 5 marks for Minnie Johnson. The second question, again an easy question. ഇസ്രായേലിലെ ആദ്യത്തെ മഹാപുരോഹിതൻ ആരാണ്? അഹരോൻ. ശരിയായ മറുപടിയാണ്. 5 marks for Beulah. മൂന്നാമത്തെ ചോദ്യം, again an easy question. റെഡി? ഏത് സ്ഥലത്ത് വെച്ചാണ് ഒരു ഇസ്രായേൽ രാജാവ് ഒരു വെളിച്ചപ്പാടത്തിയുടെ അടുക്കൽ അരുളപ്പാടിനായി പോയത്? എൻദോരിൽ. എൻദോർ. ഉത്തരം വളരെ ശരിയാണ്. മൂന്നാമത്തെ റൗണ്ടിൽ ടൈയാണ്. 5 marks for Arun Jacob. Please give me the score for the third round, that is Christian focus round. Arun Jacob 5 marks. Arun Jacob gets 5 marks. Minnie Johnson 5. Minnie Johnson gets 5 marks. Beulah Joseph 5. Beulah Joseph gets 5 marks. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ചോദ്യം എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. പക്ഷേ വേഗത കൈക്കും മനസ്സിനും ഒരുപോലെ ഉണ്ടാകണം. റൈറ്റ്? എബ്രായ കലണ്ടറിലെ 1-ാം മാസം ഏതാണ്? ബ്യൂല ജോസഫ്. നീസാൻ. നീസാൻ. ശരിയാണോ? നീസാൻ. ഉത്തരം വളരെ ശരിയാണ്. ഇനി ഞാൻ തെറ്റിപ്പിക്കുന്നില്ല. 5 marks for Beulah. Right. Now the second question. Hands on your buzzers. Right? എബ്രായ കലണ്ടറിലെ 12-ാം മാസം ഏതാണ്? ആദാർ മാസം. ആദാർ മാസം. Beulah ആദ്യമേ എന്നെ ഞെക്കിക്കൊണ്ടിരിക്കുകയാണ്. Right. That the answer is right. So 5 more marks for Beulah Joseph. Right? So that brings us to the close of the Bible bumper round. തുല്യമായിട്ട് മത്സരിച്ചു, പക്ഷേ ബൈബിൾ ബമ്പർ റൗണ്ടിലാണ് പല റൗണ്ട്സിലും അതെ മാർക്കുകൾ വ്യത്യാസപ്പെട്ടു പോകുന്നു. സ്പീഡ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. റൈറ്റ്? വിൽ യു പ്ലീസ് അനൗൺസ് some marks for the Bible bumper round? Mr. Arun Jacob, nil. Mr. Arun Jacob gets nil mark. Mrs. Minnie Johnson, nil. Mrs. Minnie Johnson nil. Mrs. Beulah Joseph, 10. Mrs. Beulah Joseph 10 marks. Right. അടുത്തതായിട്ട് പ്രൈസ് റൗണ്ടാണ്. നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാനുള്ള സമയമാണ്. മിനിമം 3 മിനിറ്റ് പാടിയിരിക്കണം. ഏത് ഭാഷയിലും പാടാം. എന്നാൽ 5 മിനിറ്റിൽ കൂടുതൽ പാടേണ്ടതായിട്ടുള്ളൊരു പ്രേരണ ഉണ്ടെങ്കിൽ പാടുക, അല്ലെങ്കിൽ 5 മിനിറ്റ് തന്നെ നിർത്തുക. 5 മിനിറ്റ് കൂടുതൽ പാടിയാൽ ഞാൻ പിടിച്ച് നിർത്തുകയില്ല, കാരണം ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓൾ റൈറ്റ്, സോ ഷാൽ വി സ്റ്റാർട്ട്? യെസ്, മിസ്റ്റർ അരുൺ ജയിക്കും. തിരുക്കരത്താൽ വാഹിച്ചു എന്നെ തിരുഹിതം പോൽ നയിക്കണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു പോൽ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു പോൽ അനുദിനം നീ പണിയണമേ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻമൊഴികൾ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻമൊഴികൾ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ
നയിക്കണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു പോൽ അനുദിനം നീ പണിയണമേ. ആഴിയതിൻ ഓളങ്ങളാൽ അലഞ്ഞിടുമ്പോൾ എൻ പടകിൽ എൻ്റെ പ്രിയൻ യേശുവുണ്ട്. ചേർത്തിടുമേ ഭവനമതിൽ എൻ്റെ പ്രിയൻ യേശുവുണ്ട്. ചേർത്തിടുമേ ഭവനമതിൽ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നയിക്കണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു പോൽ അനുദിനം നീ പണിയണമേ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗകനാൻ ദേശമതിൽ. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗകനാൻ ദേശമതിൽ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നയിക്കണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു പോൽ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു പോൽ അനുദിനം നീ പണിയണമേ. താങ്ക് യു മിസ്റ്റർ അരുൺ. നെക്സ്റ്റ് ഈസ് മിനി ജോൺസൺ. ഒത്തിരി ഒത്തിരി സ്നേഹിച്ചോരെല്ലാം ഒത്തിരി നൊമ്പരം തന്നിടുമ്പോൾ. ഒത്തിരി ഒത്തിരി സ്നേഹിച്ചോരെല്ലാം ഒത്തിരി നൊമ്പരം തന്നിടുമ്പോൾ. നെഞ്ചു തകർന്നു കരയുമ്പോൾ എന്നെ നെഞ്ചോടു ചേർക്കുമെന്നേശുനാഥ. ഓ എൻ്റെ സ്നേഹമേ വന്നു നിറഞ്ഞിടണേ. ഓ എൻ്റെ സ്നേഹമേ വന്നു നിറഞ്ഞിടണേ. എൻ സ്വന്ത നേട്ടങ്ങളെല്ലാം മറന്നു ത്യാഗം സഹിച്ചേറെ നന്മ ചെയ്തു. എൻ സ്വന്ത നേട്ടങ്ങളെല്ലാം മറന്നു ത്യാഗം സഹിച്ചേറെ നന്മ ചെയ്തു. കണ്ടില്ലാരുമെൻ നന്മകളൊന്നും അന്യയായി എന്നെ തള്ളിടുമ്പോൾ. ഓ എൻ്റെ യേശുവേ ശാന്തിയായി വന്നിടണേ. ഓ എൻ്റെ യേശുവേ ശാന്തിയായി വന്നിടണേ. ഒത്തിരി ഒത്തിരി സ്നേഹിച്ചോരെല്ലാം ഒത്തിരി നൊമ്പരം തന്നിടുമ്പോൾ. നെഞ്ചു തകർന്നു കരയുമ്പോൾ എന്നെ നെഞ്ചോടു ചേർക്കുമെന്നേശുനാഥ. ഓ എൻ്റെ യേശുവേ ഞാനെന്നും നിൻ്റേതല്ലോ. ഓ എൻ്റെ യേശുവേ നീ എന്നും എൻ്റേതല്ലോ. നീ എന്നും എൻ്റേതല്ലോ. നീ
താങ്ക് യു. യെസ് ബ്യൂല. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവസ്നേഹത്തിൻ വൻ കൃപയെ ഒഴുകി ഒഴുകി അടിയനിൽ പെരുകേണമേ സ്നേഹസാഗരമാ. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവസ്നേഹത്തിൻ വൻ കൃപയെ ഒഴുകി ഒഴുകി അടിയനിൽ പെരുകേണമേ സ്നേഹസാഗരമാ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. നിത്യസ്നേഹം എന്നെയും തേടി വന്നു, നിത്യമാം സൗഭാഗ്യം തന്നുവല്ലോ. ഹീന എന്നെ മെനഞ്ഞല്ലോ കർത്താവിനായി മാനപാത്രവുമായി. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. ലോകത്തിൽ ഞാൻ ദരിദ്രയായിടിലും നിൻ സ്നേഹം മതി എനിക്കാശ്വാസമാ. ദൈവസ്നേഹം എന്നെയും ആത്മാവിനാൽ സമ്പന്നയാക്കിയല്ലോ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. Now the praise round marks. Arun Jacob gets 3 marks. നന്നായി പാടി. മിനി ജോൺസൺ also get 3 marks. And Beulah also gets 3 marks. Right? That brings us to the close of the praise round. Will you please announce the marks? First prize goes to Mrs. Beulah Joseph, 28 marks. First prize goes to Miss Beulah Joseph, 28 marks. Mr. Arun Jacob and Mrs. Minnie Johnson, both of them 18 marks. Yes, Mr. Arun Joseph and Miss Minnie Johnson shares the second prize. So 18 marks, right? Yeah. 18 marks. Very good. So that's a good score. And all the 3 would be in the next stage. Definitely Beulah Joseph will be there. And since you have scored very high marks, you can be there in the next stage. All right? Happy? All right. അടുത്ത സ്റ്റേജ് ഇതുപോലെ ഈസി ആയിരിക്കില്ല. ഏറ്റവും ഈസിയസ്റ്റ് സ്റ്റേജ് ആയിരുന്നു ഈ പ്രാവശ്യം ഈ സ്റ്റേജ്. ഈ സ്റ്റേജ് അല്ല, ഈ എപ്പിസോഡ് പ്രത്യേകിച്ച്. സ്റ്റേജ് ഈസി ആയിരുന്നു, എപ്പിസോഡും പ്രത്യേകിച്ച്. റൈറ്റ്, അടുത്തതായിട്ട് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ്. So the second prize is shared by Mr. Arun Jacob and Mrs. Minnie Johnson. Congratulations. Right? Thank you. ഈ എപ്പിസോഡിൽ പങ്കെടുത്ത നിങ്ങളെ കർത്തൃനാമത്തിൽ അഭിനന്ദിക്കുന്നു.
നിങ്ങൾക്ക് ഈ ശുശ്രൂഷ അനേകർക്ക് കർത്താവിനേക്കാളുള്ള മുഖാന്തരമാക്കി തീർക്കാൻ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം അനേകരിലേക്ക് പകരുവാനും അനേകർക്ക് എൻ്റെ പൊരുൾ മനസ്സിലാക്കി കൊടുക്കാനൊക്കെയും എളിയ ശുശ്രൂഷ മുഖാന്തരമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.